ഈശംശിയായിരിക്കട്ടെ. ഏവർക്കും സെയിൻസിസ് മീഡിയയുടെ നോമ്പുകാല വചന പ്രഘോഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണമൊക്കെ ഏറെ ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്, നോമ്പുകാലം. പലർക്കും ചിന്തയുണ്ട്, നോമ്പുകാലം എന്ന് വെച്ചാൽ കുറെ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക, ഒരു നേരം എടുക്കുക, ഉപവസിക്കുക, ഇറച്ചി വേണ്ടെന്ന് വെക്കുക. അപ്പം ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നോമ്പുകാലം ചൈതന്യം അതല്ല. ഈശോ പഠിപ്പിച്ച ഒരേ ഒരു പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യം വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുകയാണെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ മക്കളോട് സ്നേഹത്തിൽ വർദ്ധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവിടെ അനുകമ്പ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ കരുണ കാണിക്കാൻ. സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന ഈശോ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പൗലോസ് പറയുന്നുണ്ട് കൊളോസ്യ ലേഖനത്തിലെ 4:6 നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം ഹൃദയാദ്രതയോട് കൂടിയായിരിക്കണം, അനുകമ്പയോട് കൂടിയായിരിക്കണം. മറ്റുള്ളവർക്ക് ഹൃദ്യമായിട്ടുള്ള സംസാര ശൈലി, പെരുമാറ്റ ശൈലി രൂപപ്പെടുത്താൻ ശ്രമിക്കാം. കൃത്യമായിട്ട് വചനം മത്തായിയുടെ സുവിശേഷത്തിലെ 18:35 വചനം പറയുന്നുണ്ട്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല, കരുണ കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും കരുണ കാണിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. പൗലോസ് ഫിലിപ്പി ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ ഒരു ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുക, ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണമെന്ന്. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണമെങ്കിൽ, മറ്റുള്ളവർ വലിയവരായി കാണണമെങ്കിൽ ഞാൻ എളിമപ്പെടണം, ഞാൻ കുറയണം. യോഹന്നാൻ മനോഭാവം പോലെ അവരും വളരണം, ഞാൻ കുറയണം എന്നുള്ള ആ മനോഭാവം, ആ വിനീത ഭാവം നമുക്കുണ്ടാകട്ടെ. പ്രഭാഷകൻ 3:18 പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. താഴ്ന്ന സ്ഥലത്തെ നീരോടും. എളിമയുള്ള ഹൃദയങ്ങളിലേക്കാണ് ദൈവത്തിന് അനുഗ്രഹം കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം കൂടുതൽ ധന്യമായി തീരാനായിട്ട് സ്നേഹത്തിൻ്റെ, എളിമയുടെ, കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ, ഹൃദയാദ്രതയുടെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈശോയുടെ ആ ജീവിത വൈശിഷ്ട്യം നമ്മുടെ ജീവിതത്തെ അനുവർത്തിക്കാനായിട്ട്, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാനായിട്ട്, എന്നെ കാണുമ്പോൾ, എൻ്റെ സംസാരം കേൾക്കുമ്പോൾ, എൻ്റെ പെരുമാറ്റം കാണുമ്പോൾ മറ്റുള്ളവരെ തമ്പുരാന്റെ പക്കലേക്ക് അടുപ്പിക്കാനായിട്ട്, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ലെന്ന് വചനം പറയുന്നുണ്ടല്ലോ. മറ്റുള്ള ആത്മാക്കളെ തമ്പുരാന്റെ പക്കലേക്ക് അടുപ്പിക്കാനായിട്ട്, എൻ്റെ ജീവിതം വളരെ അനുഗ്രഹമായിട്ട് മാറാനായിട്ട്, എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ഇത് കർത്താവിൻ്റെ മോനാ, ഇത് കർത്താവിൻ്റെ മോളാ എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ, ശ്രേഷ്ഠമാക്കി തീർക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈ നോമ്പുകാലം നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹത്തിന് ദിവസങ്ങളായി മാറട്ടെ. കൂടുതൽ ശ്രേഷ്ഠമായ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും